ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി സൂപ്പാണ്. വെറൈറ്റി സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ഫൈബറും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനം: ഒരു ഉള്ളി, ഒരു തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതൊക്കെ നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഇതിന് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. പിന്നെ വേണ്ടത് കുറച്ചൊരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ നമുക്ക് എല്ലില്ലാത്ത ചിക്കൻ വേണേ. അതിതാ ഒരു 3-4 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ എല്ലില്ലാത്ത പീസ് തന്നെ വേണ്ടത്. നമുക്കിത് ചിക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂണ്, ഈ ഒരു ചെറിയൊരു സ്പൂണിൽ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും, പിന്നെ അനുസരിച്ചിട്ടുള്ള നമുക്ക് കുരുമുളക് പൊടിയും വേണം. എരിവ് അത്ര വേണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 2 വിസിലും കൂടി, അങ്ങനെ ടോട്ടൽ 3 വിസിൽ. അപ്പോൾ ഞാനിതാ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നമ്മൾ ചിക്കൻ മാത്രം മാറ്റി വെക്കണം. അങ്ങനെ ചിക്കൻ മാത്രം ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രേവി അടക്കമുള്ള വെജിറ്റബിൾസ് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ചൂട് മാറിയതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് ഇത് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇത് ചൂടോടെ അരടിച്ചെടുക്കാൻ പാടില്ല, കാരണം മിക്സിയിൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നന്നായി തടഞ്ഞതിന് ശേഷമാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നമ്മുടെ സാധാ സൂപ്പിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ഇതാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ നമ്മുടെ ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാവുക പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ അവർക്ക് നല്ല പ്രോട്ടീൻസും നമ്മളെ ഫൈബറൊക്കെ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ച് ചിക്കനിലേക്ക് ചിക്കി ഇട്ടിട്ടുണ്ട്. ശേഷം നന്നായി ഇളക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് വിതറാം. പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പ് ഇട്ടില്ല. നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.